ഹലോ ഫ്രണ്ട്സ്, സക്സസ് അക്കാഡമിയുടെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ നേവിയുടെ അഗ്നിവീർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഉണ്ടായിരുന്ന ഡൗട്ടായിരുന്നു എങ്ങനെയാണ് ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നോക്കാം, നമ്മൾ ഇത് ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓൺലൈനായിട്ട് മാത്രമാണ് ആപ്ലിക്കേഷൻ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇന്ത്യൻ നേവിയുടെ www.joinindiannavy.gov.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുക. അത് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ +2-ൻ്റെയും 10th-ൻ്റെയും സർട്ടിഫിക്കറ്റ്സ് റെഫറൻസിനായിട്ട് സൂക്ഷിച്ചു വെക്കുക. പിന്നെ ഈ പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മളുടെ ഇമെയിൽ ഐ ഡിയും ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ ആ ഓൾറെഡി സബ്മിറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന് ചെയ്യാനായിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ആണ് ഉപയോഗിക്കേണ്ടത്. ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ക്ലോസ് ആവുന്ന സമയം വരെ അതിനൊരു ചേഞ്ചും ഉണ്ടാവാൻ പാടുള്ളതല്ല. പിന്നെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ലോഗിൻ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ലോഗിൻ ചെയ്തതിന് ശേഷം കറണ്ട് ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെയുള്ളൊരു സെഷനിൽ ക്ലിക്ക് ചെയ്യുക, അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസും പിന്നെ ആപ്ലിക്കേഷൻ ഫോമും ഫില്ലപ്പ് ചെയ്തിട്ട് ഫോട്ടോഗ്രാഫും അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളതെന്ന് നോക്കുമ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ്, അതായത് 10th-ലെയും +2-ലെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് അതാണ് വേണ്ടത്. പിന്നെ മാർക്ക് ഷീറ്റ്, അതിൻ്റെ മാർക്ക് ഷീറ്റ് വേണം, ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ NCC സർട്ടിഫിക്കറ്റ് അത് ഉള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റും നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതെല്ലാം ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ആണ് ഇതിൻ്റെ അപ്ലോഡ് ചെയ്യേണ്ടത്. അത് കോപ്പീസ് ഒന്നും അല്ല, ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് തന്നെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റിലുള്ള ഡീറ്റെയിൽസ് തന്നെയാണ് കൊടുക്കേണ്ടത്. ഇതുമായിട്ട് എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ നമ്മളുടെ കാൻഡിഡേച്ചർ ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സിൽ എങ്ങനെയാണോ നമ്മളുടെ ഡീറ്റെയിൽസ് ഇരിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ആധാർ കാർഡ് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇന്ത്യൻ നേവി എല്ലാ സ്റ്റേജിലും, റിക്രൂട്ട്മെൻറ്റിൻ്റെ എല്ലാ സ്റ്റേജിലും ഇന്ത്യൻ നേവി നമ്മളുടെ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആധാർ കാർഡ് മാൻഡേറ്ററി ആണ്. ഇനി ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് തുറന്നു വരുന്നത്. അതിൽ കാൻഡിഡേറ്റ് ലോഗിൻ ഈ ഒരു സെഷനിലാണ് നമ്മളുടെ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ നമ്മളുടെ കറണ്ട് സ്റ്റേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. വരുന്ന ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക. പിന്നെ വരുന്ന വിൻഡോ ആണിത്. ഇതിൽ നമ്മൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ നമ്മളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക. അത് ഇനി അക്കൗണ്ട് ഇല്ലാതെ ഓൾറെഡി രജിസ്റ്റർ ചെയ്യാത്ത കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇവിടെ നമ്മൾക്ക് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ രജിസ്റ്റർ കൊടുക്കുമ്പോൾ രജിസ്ട്രേഷനുള്ള വിൻഡോ തുറന്നു വരും. അവിടെ രജിസ്റ്റർ വിത്ത് ആധാർ വിർച്വൽ ഐ ഡി അങ്ങനെ ഒരു ഓപ്ഷൻ, അതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ആധാറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വിർച്വൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന വിർച്വൽ ഐ ഡി ഉപയോഗിച്ചിട്ടാണ് ഫർദർ ഡീറ്റെയിൽസ് നമ്മൾ ഫർണിഷ് ചെയ്യുന്നത്. അങ്ങനെ ആ വിർച്വൽ ഐ ഡി ഉപയോഗിച്ചിട്ട് നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളുടെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ആ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതിൻ്റെ സൈസ് പറയുന്നത് 10 KB to 50 KB ആണ്. അത് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ ആയിരിക്കണം, വിത്തൗട്ട് ഹെഡ് ഗിയർ എക്സെപ്റ്റ് ഫോർ 6 ഒഴികെയുള്ള കാൻഡിഡേറ്റ്സ് ഹെഡ് ഗിയർ ഒന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ
ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ നമ്മളുടെ ഫോട്ടോഗ്രാഫിൽ നമ്മളുടെ പേരും ഫോട്ടോ എടുത്തിട്ടുള്ള ഡേറ്റും ഒരു സ്ലേറ്റിൽ എഴുതിയിട്ട് ചെസ്റ്റിനോട് ചേർത്ത് പിടിച്ചിരിക്കണം. അങ്ങനെയുള്ള ഒരു ഫോട്ടോയാണ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് പേരും ഡേറ്റും എഴുതേണ്ടത് വൈറ്റ് ചോക്കാണ്. വൈറ്റ് ചോക്ക് കൊണ്ടിട്ടാണ് എഴുതേണ്ടത്. അതും ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിരിക്കണം പേരും ഡേറ്റും എഴുതേണ്ടത്. ഫോട്ടോ എടുത്ത ഡേറ്റും എഴുതേണ്ടത്. ഫോട്ടോഗ്രാഫ് റീസെൻ്റായിട്ട് എടുത്തിട്ടുള്ളതാവണം. അതായത് ഏപ്രിൽ മാസത്തിന് മുമ്പ് എടുത്തിട്ടുള്ളതാവരുത്. ഏപ്രിൽ മാസത്തിന് ശേഷം എടുത്തിട്ടുള്ള ഫോട്ടോഗ്രാഫ് ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും വീഡിയോ കണ്ടിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷൻസിനും ഇൻഫർമേഷനും ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്